പോകുന്നത് വണ്ടൂർ ഫെസ്റ്റിലേക്കാണ്. അപ്പം നമ്മുടെ അമ്പിളി ചോദിക്കുന്നുണ്ട് പാർക്കിൽ പോകുന്നുണ്ടോ എന്ന്. അപ്പം നമ്മൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ദെൻ അടുത്ത ആദ്യം ചോദിക്കുന്നുണ്ട് ബീച്ചിലേക്ക് പോകണം, അടുത്ത ആൾ ഓട്ടോറിക്ഷയിൽ പോകണം എന്ന് പറയുന്നുണ്ട്. ആകെ കമൻറ്റാണ് ഗൈസ്. വെക്കേഷനൊക്കെ അല്ല, പഠിച്ചു പോയിക്കാന്നൊരു കരുതിപ്പോയി ഞങ്ങൾ. ദെൻ നമ്മുടെ ഇതാണ് നമ്മുടെ സ്വന്തം കുട്ടി ബേബി. ഓക്കെ, അപ്പോൾ കുട്ടി ബേബിയും വരുന്നുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ ഇപ്പപ്പ വരുന്നില്ല ഗൈസ്, പാവം ഇപ്പപ്പ. അപ്പോൾ ഇപ്പപ്പാക്കും വേണ്ടി ഒരു ലൈക്ക് തരിക. അത് പിന്നെ നമ്മൾ നടക്കുകയാണ് കേട്ടോ, അല്ല ബസ്സിലാണ് പോകുന്നത്. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് നടക്കുകയാണ്. നമ്മൾ നടക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എപ്പോൾ ബസ് വരുമെന്ന് കാത്തിരിപ്പാണ് ഇവിടെ ഞങ്ങൾ. അപ്പോൾ എനിക്കൊക്കെ സന്തോഷത്തിലാണ്, ഞാൻ വളരെ സന്തോഷത്തിലാണ്. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അങ്ങനെ തന്നെയല്ല നമുക്കൊക്കെ ഉണ്ടാവുക സന്തോഷം. നമ്മുടെ അമ്പിളി ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് ഗൈസ്, നമ്മളോട് ആരോടും പറയാതെ. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. വണ്ടൂർ ഫെസ്റ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പൂതിയായി. ഇതേ കണ്ടില്ലേ, ഏന്ത്രൂഞ്ഞാൽ ജെയിൻറ്റ് വീലുണ്ട്, പിന്നെ തോണിയുണ്ട്, അതൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കാണുന്നത്. നമ്മൾ അവർക്ക് നടക്കുകയാണ്. ദെൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ ഗൈസ്, ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ. ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം. അടുത്ത പണി ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷം. എനിക്കാണെങ്കിൽ സന്തോഷത്തിൽ ചാടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഫിഷ് ഹാളിലോട്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ മീനുകൾ ഇങ്ങനെ മീനുകൾ ഒരുപാടുള്ളതാണ്. നല്ല കളർ ഫിഷ് ഉണ്ട്, ഒരുപാട് ഫിഷ് ഉണ്ട് ഗൈസ്. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. നമുക്ക് ഏത് ഫിഷിനെ നോക്കണം എന്നറിയത്തില്ല. വലിയൊരു ഫിഷ് ഉണ്ട്. ഇതാണ് മുഷി ഫിഷോ അങ്ങനെ എന്തോ ഫിഷ് അല്ലേ, അതിനും വലിയ ഫിഷാണ് ഇതാ പോകുന്നു ഗൈസ്. ഇതൊക്കെ എങ്ങനെയാണ് അവരെ പിടിച്ച് കിട്ടുന്നത്? നിങ്ങൾക്ക് ഫിഷിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഫിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടോ ഗൈസ്. കണ്ടില്ല നമ്മുടെ ഫിഷ്, ചെറിയ ഫിഷ് ഉണ്ട്, വലിയ ഫിഷ് ഉണ്ട്. ഗൈസ് ഈ ഫിഷിൻ്റെ വലുപ്പം നോക്കൂ. ഇത് ഫിഷാ, സോറി അത് ഫിഷ് അല്ല ഗൈസ്. ഗൈസ് എന്തോരം വലിയ ഫിഷ്. എനിക്ക് ഫിഷിനെ കണ്ടിട്ട് ഓരോരുത്തരും മുഖഷേപ്പൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇത്രയും വലിയ സ്രാവാണോ? അല്ല സ്രാവല്ല, വലിയൊരു ഫിഷാണ് ഗൈസ്. ഏറ്റവും വലിയ ഫിഷാണോ എന്ന് തോന്നുന്നത്. എന്ത് വലിയ ഫിഷ് അല്ലേ ഗൈസ്. മീനാണ്, മീൻ. അപ്പോൾ ഗൈസ് നമ്മുടെ കുട്ടനും അമ്പിളിയും ആ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയുള്ള അതിപരിശ്രമത്തിലാണ്. നമ്മുടെ തലൻ്റെ മേലെ കൂടി ഫിഷ് പോകുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ നോക്കി നിന്നത്. കണ്ടില്ലേ ഗൈസ്, ഞാൻ വിചാരിച്ചതിൽ മത്സ്യകന്യക ഉണ്ടാകും, പക്ഷെ മത്സ്യകന്യകനൊന്നും ഞാൻ കണ്ടില്ല ഗൈസ്. അതിമനോഹരമായ കുഞ്ഞിക്കുട്ടി മീനുകളാണ് ഇപ്പം നമ്മുടെ തലൻ്റെ മുകളിലൂടെ ഒഴുകുന്നത്. ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, കളർ ഫിഷ്. ഇതൊക്കെ പെയിൻ്റ് അടിച്ചതാണോ എന്നാണ് തോന്നുന്നത് അല്ലേ ഗൈസ്. ഓറഞ്ച്, മഞ്ഞ, നീല, റോസ്, എന്തൊക്കെ കളർ. അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എനിക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും. ഒരുപാട് മീൻ, എനിക്ക് ഈ മീനെയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ട് നടക്കാം ഗൈസ്. അതിനും വലിയ മീനാണ് ഗൈസ്. 1 2 3 4 മീൻ ഒപ്പം നിൽക്കുന്നുണ്ട്. അതിനും വലിയ മീൻ തല പോത്തി നിൽക്കുന്നുണ്ട്, വാല് പോത്തി നിൽക്കുന്നുണ്ട് ഗൈസ്. ഈ മീനിൻ്റെ വായൻ്റെ വലുപ്പം നോക്കുക ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ ഫിഷിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത് അടുത്തൊരു ഫിഷ് വരുന്നു നമ്മുടെ അടുത്തേക്ക്. എൻ്റെ അമ്മോ, ഈ ഫിഷിൻ്റെ വലുപ്പം ഞാൻ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട് നിങ്ങളെ, നിങ്ങൾക്കും അറിയണ്ടേ വലുപ്പൊക്കെ ഉണ്ട്. ഓ എന്ത് വലിയ മീൻ. അടുത്ത നമ്മളെത്തിയത് വള്ളച്ചാട്ടത്തിലേക്കാണ്. പിന്നെ അയ്യോ ഗൈസ് നമ്മൾ പ്രേത റൂമിലോട്ട് പോകണം. വാ ഗൈസ്. ഓക്കെ, ഒരു നീല, എനിക്ക് തോന്നിയത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. സിമെൻ്റ് എന്നല്ല ഗൈസ്. ഞാനൊക്കെ നീല കളറായില്ലേ ഗൈസ്. എന്താ ഭംഗി, എന്തല്ലേ ഭംഗി. അവിടെ ആരാണ് കണ്ണും കാട്ടി നിൽക്കുന്നത്? നമ്മുടെ സ്വന്തം കാട്ടിലെ രാജാവാണോ അതോ പുലിയാണോ? വായ ഞാൻ നോക്കി, അപ്പം എനിക്ക് മനസ്സിലായി ഇത് കടുവ സിംഹമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അത് കണ്ടപ്പോൾ ഞാൻ ഏതോ മായാലോകത്തോട്ട് എത്തിയ മതിയിട്ട്. ഞാൻ സാധാരണ യൂട്യൂബിൽ നമ്മൾ എന്താ പറയുക മാജിക് ഗെയിംസിലൊക്കെ എങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് ഒറിജിനലായിട്ട് കണ്ടപ്പോൾ ഉള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യം കടന്നിട്ടോ ഗൈസ്. വെള്ളത്തിലൂടെ നീങ്ങുന്ന മീനൊക്കെ ഇവള് തെർമോക്കോള് സ്പോഞ്ചൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് രസം. ഇതിവിടെയൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആവട്ടെ ഗൈസ്. ഒരു ചേനപ്പൂവുണ്ട്, ചേനപ്പൂ തന്നെയാണ്, എന്തോ ഒരു പൂവുണ്ട് ഗൈസ്.
എന്തു ഭംഗി. എനിക്ക് ഇതിനുള്ള കടന്നു പറ്റുള്ള പുതിയൊന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറ്റില്ലല്ലോ. ഇതൊക്കെ തെർമോകോളോട് ഉണ്ടാക്കിയതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ തൊട്ടാക്കാനുള്ള ശ്രമമുണ്ട്. കൂണുണ്ട്, മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കഴിവിനും വേണ്ടി നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് തരാം, ഇങ്ങനെ ഉണ്ടാക്കിയവരുടെ കഴിവിന്. ഇത് നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ അമർത്താനൊക്കെ പറ്റുന്ന ആ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് സ്പോഞ്ച് തന്നെയാണ്. നമ്മളങ്ങനെ നടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാഴ്ചയും കാണാം. അപ്പൊ അയ്യോ എന്തൊരു മൃഗമാണ് ഗൈസ് അത്. നിങ്ങൾ ഈ മൃഗത്തെ കാണുന്നുണ്ടോ ഗൈസ്? മൃഗം മൃഗം മൃഗം. ഇവിടെ നല്ല തണുപ്പാട്ടോ. AC വെച്ചിട്ടുണ്ടാവും. AC ഉണ്ട്, കണ്ടില്ലേ നിങ്ങൾ? പക്ഷെ ഞാൻ പറഞ്ഞപ്പോ തന്നെ AC വന്നു ഗൈസ് ഇവിടെ. ഗൈസ് അടുത്തൊരു മൃഗമുണ്ട് ഇവിടെ. എന്തൊക്കെ മൃഗങ്ങളാണല്ലേ. എനിക്ക് അനുഭവമൊക്കെ, എനിക്ക് തുള്ളിച്ചാടി നടക്കാൻ പുതിയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില്. അടുത്തത് നമ്മളിതൊരു സിനിമേനെ, പണ്ട് കാലത്ത് നടന്നൊരു സിനിമേനെ ഇതാക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മനുഷ്യനൊരാണ്, പിന്നെ അവരുടെ കൂടെ ഒരു പെണ്ണുണ്ട്, ഒരു മൃഗം, ഒരു കുതിര പോലത്തെ ഒരു മൃഗമുണ്ട്, പിന്നെ ഒപ്പം ഒരു പെണ്ണുണ്ട്. അടുത്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വെള്ളച്ചാട്ടം ഇത് പാറക്കല്ലാട്ടോ, ഉണ്ടാക്കിയ പാറക്കല്ലാണ്. അതിനു വേണ്ടി നിങ്ങൾ ഒരു ഷെയർ കേട്ടോ, ഉണ്ടാക്കിയവരുടെ കയ്യിൽ വേണ്ടി ഒരു ഷെയർ, സബ്സ്ക്രൈബിലായി തരുക പ്ലീസ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ ലേറ്റൊക്കെ, എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിന് മേലെന്ന് ചാടാനാണ് ആഗ്രഹം. എന്തെങ്കിലും പറ്റിയെന്ന് കരുതി ഞാനതും ചെയ്യില്ല. എന്താ ഭംഗിയല്ലേ. നമ്മുടെ അമ്പിളിക്ക് തണുത്തിട്ടുണ്ട് ഗൈസ്, അതിനോട് അവൾ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം തണുത്ത് വറച്ച് കിടക്കണം. അവക്കപ്പം തന്നെ പനി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം തന്നെ പനി പിടിച്ച്, അത്ര ആരോഗ്യമുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ പനിയും പിടിച്ചില്ല, എനിക്കൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ നടക്കുകയാണ് ഗൈസ് അതിൻ്റെ ഉള്ളിലൂടെ. അപ്പം നമുക്ക് ഇരുന്നൊന്ന് നോക്കാം. എന്ത് രസമല്ലേ. ഞാനൊക്കെ നനഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി എങ്ങനെ, വേറെ ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ വെള്ളച്ചാട്ടമാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും തണുക്കുന്നുണ്ട്. എന്താ രസമല്ലേ. ഞാനപ്പോഴത്തേക്ക് എൻ്റെ വളവാട്ട കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യം വെള്ളത്തിൽ കടന്നു വരികയാണ്. ഞാനില്ല വെള്ളത്തിൽ കടന്നു പോകുന്നത്. നല്ലൊരു വിഗ്ഗൽ വീണ് പോയിട്ടുണ്ട് ഗൈസ് ഞാൻ. എന്തായാലും ചെയ്യാം. ഇങ്ങനെ നമ്മൾ അതിലൊക്കെ അടിച്ച് പൊള്ളിച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. ഞാൻ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങോട്ട് പോരാൻ ആഗ്രഹമില്ല. ഇവിടെ ഞങ്ങൾ മുതലാക്കിയാണ് പറയാം, ഇതൊക്കെ മുതലാക്കിയിട്ടുണ്ട്. ഒരുപാട് കളർ വെള്ളം പോലെയാണ് ആ വേനത്തവിടെ. നീല, മഞ്ഞ, മെറൂണ്, പച്ച, ചോപ്പ്, എന്തൊക്കെയല്ലേ. എനിക്കറിയാത്ത കുറേ കുട്ടികൾക്കുണ്ട് അവിടെ ഗൈസ്. അടുത്ത് നമ്മുടെ 7 റിങ് 50 രൂപക്ക്. അതിലേത് സാധനം, ബൂസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ കുറച്ച് വിമ്മ് കട്ട അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളതൊന്നും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല ഗൈസ്. അതാണ് കൈഭാഗ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ആൻഡ്രോ ഞാനിൽ കയറണം. അത് നമ്മുടെ പൂവീനെ കയറുന്നുണ്ട് ഗൈസ്. പൂവീരാൻ്റെ പിന്നെ അനിയനുണ്ട്, അപ്പോൾ അവർ കയറുന്നുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കത്രയൊന്നുമില്ല, ഇത്രേ ഉള്ളൂ ആടുന്നത് എന്നാണ് ഞാൻ കേട്ടില്ല. അതിനോട് ഞാൻ കയറിയില്ല. ആടുന്ന സ്പീഡ് കൂടി ഗൈസ്, സ്പീഡ് കൂടിയിട്ടുണ്ട്. ഗൈസ് എൻ്റെ അനിയന് നെഞ്ചുവേദന വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് അവനിക്ക് അങ്ങനെ സ്പീഡിൽ പോയാൽ ജസ്റ്റ് നെഞ്ചുവേദന പോലെ. എന്താ എൻ്റെ അമ്മമ്മയും ഐശ്വ അമ്പിളി ഉണ്ടാവും ചെറിയ കുട്ടികളെ വണ്ടിയിൽ പോകുന്നുണ്ട് ഗൈസ്. ഓലാണ്ടാ പോണു, ഓൽതാ പോകുന്നു, വരുന്നു, ഒരു ചാറ്റ പോലും തരുന്നില്ലല്ലേ ഗൈസ് നമുക്ക്. അപ്പം അവരങ്ങനെ പോയി. അവർ പോകുന്ന ദൃശ്യം അപ്പുറത്തൂടെ വരുന്നുണ്ട്. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. താണത് അങ്ങനെ ഒരു പോകുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇതിനൊന്നും അത്ര പേടി